ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9 ചാപ്റ്റർ 2 പോളിനോമിയൽസ് എക്സൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. Verify whether the following are zeros of the polynomial indicator against them. And we have one zero for each and every polynomial here. We need to check that is the numbers are zeros of the polynomial. നമുക്ക് ഈ പോളിനോമിയലിൻ്റെ കൂടെ ഓരോ നമ്പറുകൾ തന്നിട്ടുണ്ട്. ഈ നമ്പറുകളെല്ലാം ഈ പോളിനോമിയലിൻ്റെ സീറോസ് ആണെന്ന് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ വാല്യൂ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ സീറോ ആണ് നമുക്ക് ആൻസർ കിട്ടുന്നെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ സീറോ. അല്ലെങ്കിൽ എന്തല്ല, സീറോ അല്ല. സീറോ മീൻസ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഫസ്റ്റത്തെ ഞാൻ എടുത്തു പി ഓഫ് എക്സ് ഈക്വൽ ടു 3x പ്ലസ് 1 ഈക്വൽ ടു 1. ദെൻ എക്സ് ഈക്വൽ ടു -1/3. അതായത് എക്സ് ഈക്വൽ ടു -1/3 എന്ന് പറയുന്നത് ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ സീറോ ആണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സിനെ നമ്മൾ -1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിനെ നമ്മൾ -1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സീറോ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഈക്വൽ ടു -1 ഈസ് എ -1/3 ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x + 1. ഓക്കെ, അപ്പോൾ ഞാനിതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പി ഓഫ് -1/3 കാണുകയാണ്. 3 × -1/3 + 1. Those 3 we can cancel. Then -1 + 1 that's become 0. So നമ്മൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 0 ആണ്. നമുക്ക് കിട്ടിയ ആൻസർ 0 ആയതുകൊണ്ട് we can say that x equal to -1/3 is a zero of the polynomial p of x equal to 3x + 1 എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ 0 കിട്ടിയത് കൊണ്ട് ഇത് എന്താണ്? ഒരു സീറോ ആണെന്ന് പറയാം. ദെൻ നമ്മൾ സെക്കൻഡ് എടുത്തു 5x - pi is equal to x equal to 4/5 എന്നാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് ഒരു 4/5 ഇട്ട് കൊടുക്കണം. എക്സിൻ്റെ സ്ഥാനത്ത് ആരിട്ട് കൊടുക്കണം? 4/5. സോ വി ആർ ഫൈൻഡിങ് ദാറ്റ് പി ഓഫ് 4/5. പി ഓഫ് 4/5 ആണ് നമ്മൾ കാണുന്നത്. സോ 5 × എക്സ് എന്താവും? 4/5 മൈനസ് പൈ. പൈ ഇസ് എ കോൺസ്റ്റന്റ്. സോ ഈ 5ഉം 5ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി ഇനി നമുക്ക് ആരുള്ളത്? 4 - പൈ എന്നാണ് പറയുന്നത്. ഈ 4 - പൈ എന്ന് പറയുന്നത് സീറോക്ക് ഈക്വൽ ആണോ? അല്ല. പൈക്ക് നമുക്ക് രണ്ട് വാല്യൂ ഉണ്ടോ? എന്നെങ്കിൽ നമുക്ക് 3.14 ഇട്ട് കൊടുക്കാം. ഈവൻ നമ്മൾ ഈ 3.14 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും 4 - 3.14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.something എന്നാണ് കിട്ടുക. 0 അല്ല കിട്ടുക, 0.something ആണ്. 4 ന്ന് 3 പോയാൽ 1 ആയി. പിന്നെ 1 ന്ന് 0.14 പോകുമ്പോൾ നമുക്ക് ബാക്കി 86 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 0.86 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 0 അല്ലല്ലോ. 4 ന്ന് 4 പോകുമ്പോഴേ 0 ആകുള്ളൂ. ഇവിടെ 4 ന്ന് പൈ ആണ് പോകുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. 0 അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു 4/5 നോട്ട് എ സീറോ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 5x - 5. അപ്പോൾ എക്സ് ഈക്വൽ ടു 4/5 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിൻ്റെ എന്തല്ല? 0 അല്ല. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, പി ഓഫ് എക്സ് ഈക്വൽ ടു x² - 1. എക്സ് ഈക്വൽ ടു 1 ഉണ്ട്, എക്സ് ഈക്വൽ ടു -1 ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് ഈക്വൽ ടു 1 ചെയ്യാൻ പോവാണ്. അതിന് പി ഓഫ് 1 കാണാം. x², സോ 1² -1. 1ൻ്റെ സ്ക്വയർ 1 ആണ്. സോ 1 - 1 is equal to 0. അപ്പോൾ നമുക്ക് പറയാം x ഈക്വൽ ടു 1 ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു x² -1 എന്ന് പറയാം. ഇനി രണ്ടാമത്തത് പി ഓഫ് -1 കാണാം. -1ൻ്റെ സ്ക്വയർ -1. -1ൻ്റെ സ്ക്വയർ കാണുമ്പോൾ എന്താ സംഭവിക്കുക? നെഗറ്റീവിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഇറ്റ് ബിക്കം പോസിറ്റീവ്. സോ -1ൻ്റെ സ്ക്വയർ എന്താവും? 1 ആവും. സോ 1 - 1 ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഈക്വൽ ടു -1 ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² -1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ഉം എക്സ് ഈക്വൽ ടു -1ഉം ഈ പോളിനോമിയലിൻ്റെ ഓരോ സീറോസ് ആണ്. ക്ലിയർ? Then fourth one, p of x equal to x + 1 and x - 2. x equal to -1, x equal to 2. ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആദ്യം ഞാൻ x equal to -1 എടുക്കുകയാണ്. സോ ദാറ്റ് മീൻസ് p of -1. x ഉള്ളിടത്തൊക്കെ -1 കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് -1 + 1 -1 -2. What is -1 + 1? It's 0. 1 - 1 is 0. Then -1 - 2
-1 -2 both are equal sign. So add the number, give the negative sign. Okay, so -3. ഏതൊരു നമ്പറിനെയും നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0 ആണ്. സോ 0 × -3 ദാറ്റ് ഈസ് 0. ഓക്കെ, അപ്പോൾ x = -1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 0 ആണ്. ഇനി നമുക്ക് x = 2 ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ x = -1 0 എന്ന് കിട്ടി. ഇനി x = 2 അറിയുമ്പോൾ എങ്ങനെ വരും? 2 + 1 2 - 2 2 - 2 എത്രയാ? 0. 2 + 1 എത്രയാ? 3. സോ 3 × 0 എന്ന് വരും. ഓ എല്ലാം ഒന്നിച്ചു വന്നോ? 3 × 0 ദാറ്റ് ഈസ് 0. ഓക്കെ, അപ്പോൾ 0 കിട്ടി. അപ്പോൾ നമുക്ക് പറയാം x = 2 is the 0 of the polynomial p of x is equal to x + 1 and x - 2. Then അടുത്തത് ഫിഫ്ത്ത് വൺ. അടുത്ത നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് വൺ ആണ്. p of x is equal to x² where x = 0. എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കണം. സോ p of 0 that is 0² is 0. 0 അല്ലേ കിട്ടിയത്? അപ്പോൾ നമുക്ക് പറയാം x = 0 is a 0 of the polynomial p of x = x². അടുത്തത് lx + m x = -m/l ആണ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് -m/l കൊടുക്കണം. അപ്പോൾ l × x എന്താകും? l × -m/l + m ആവും. എല്ലും എല്ലും ക്യാൻസൽ ആവും. ബാക്കി -m + m ദാറ്റ് ഈസ് 0. സെയിം നമ്പർ വിത്ത് ഡിഫറൻറ്റ് സൈൻ. സെയിം നമ്പർ വിത്ത് ഡിഫറൻറ്റ് സൈൻ ഇറ്റ് ബിക്കം 0. ഓക്കെ, സോ -m + m is equal to 0. അപ്പോൾ നമുക്ക് പറയാം x = -m/l is a 0 of the polynomial p of x = lx + m. Then seventh one, 3x² - 1 x = -1/√3 and 2/√3. ആദ്യം നമ്മൾ p of -1/√3 കാണുകയാണ്. 3 × x² -1/√3ൻ്റെ സ്ക്വയർ കാണണം. ഇനി -1/√3ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക എന്നുള്ളത് ആദ്യം ഞാൻ എഴുതി കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. മൈനസിൻ്റെ സ്ക്വയർ കാണുമ്പോൾ എന്താവും? പ്ലസ് ആവും. 1ൻ്റെ സ്ക്വയർ 1, √3യുടെ സ്ക്വയർ 3. ഇറ്റ്സ് ബിക്കം 1/3. സോ 3 × 1/3 -1 എന്ന് കിട്ടും. ഇതിൽ ഈ 3യും 3യും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി ഇനി ആരുള്ളത്? 1 ആണുള്ളത്. സോ 1 - 1 ഇറ്റ്സ് ബിക്കം 0. അപ്പോൾ x = -1/√3 ഇറ്റ്സ് എ 0 of the polynomial p of x = 3x² - 1. അടുത്ത നമ്മൾ 2/√3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ 3 × 2/√3ൻ്റെ സ്ക്വയർ. 2/√3ൻ്റെ സ്ക്വയർ എത്ര വരിക? 2ൻ്റെ സ്ക്വയർ 4, √3ൻ്റെ സ്ക്വയർ 3. ഇറ്റ്സ് 4/3. 3യും 3യും ക്യാൻസൽ ആവും. ദെൻ ബാക്കിയുള്ളത് ആരാ? 4 - 1. വാട്ട് ഈസ് 4 - 1? ഇറ്റ്സ് 3. അപ്പോൾ ഇത് 0 ആണോ? അല്ല. = 0 അല്ലല്ലോ കിട്ടിയത്. സോ നമുക്ക് പറയാം x = 2/3 is not a 0 of the polynomial p of x = 3x² - 1 എന്ന് പറയാം. Then finally 2x + 1 and x = 1/2. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 1/2 എന്ന് കൊടുക്കണം. 2 × 1/2 + 1 എന്ന് വരും. ഇതിൽ 2 ും 2 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി ആരുള്ളത്? 1. സോ 1 + 1. വാട്ട് ഈസ് 1 + 1? ദാറ്റ്സ് equal to 2. ഇവിടെയും 0 = 0 അല്ല കിട്ടിയത്. = 0 കിട്ടാത്തതുകൊണ്ട് നമുക്ക് പറയാം ആൻഡ് ദിസ് ഈസ് നോട്ട് എ 0 ഓഫ് ദ പോളിനോമിയൽ. അഥവാ x = 1/2 ഇറ്റ്സ് നോട്ട് എ 0 ഓഫ് ദ പോളിനോമിയൽ p of x = 2x + 1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ വരെ ചെക്ക് ചെയ്തത് നമുക്ക് തന്നിട്ടുള്ള ഒരു നമ്പർ 0 ആണോ അല്ലേ എന്നുള്ളതായിരുന്നു ചെക്ക് ചെയ്തത്. ഒരു തന്നിട്ടുള്ള പോളിനോമിയലിൻ്റെ അത് നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ള x = എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള നമ്പറിനെ നമ്മൾ ആ പോളിനോമിയൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. When we are substituting it, if we get the answer is 0, then we can say that it's a 0 of the polynomial. If it's not equal to 0, then we can say that it's not a 0 of the polynomial. നമുക്ക് ആൻസർ 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം അതൊരു 0 ആണെന്ന് പറയാം. ആൻസർ 0 അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് നോട്ട് എ 0. ആൻസർ 0 ആണ് അല്ല എന്നല്ല കേട്ടോ. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൊല്യൂഷൻ ആണ്. ഓക്കെ.